സർക്കാരുമായി ബന്ധപ്പെട്ട അറിയിപ്പുകൾക്കും മറ്റു വാർത്തകൾക്കും വേണ്ടി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്ത ബെല്ലൈക്കൺ എനേബിൾ ചെയ്യാനും മറക്കാതിരിക്കുക. സംവരണം ലഭിക്കാൻ വേണ്ടി മാത്രം വിശ്വാസമില്ലാത്ത ഹിന്ദുമതത്തിലേക്ക് പരിവർത്തനം ചെയ്യുന്നത് ഭരണഘടനയോടുള്ള വഞ്ചനയാണെന്നും ക്രിസ്ത്യൻ മതം സ്വീകരിക്കുന്ന ഹിന്ദുക്കൾക്ക് അവരുടെ ജാതി നഷ്ടപ്പെടുമെന്നും നിരീക്ഷിച്ച് സുപ്രീംകോടതി. 2023 ഒരു കേസുമായി ബന്ധപ്പെട്ട് മദ്രാസ് ഹൈക്കോടതിയുടെ വിധി ശരിവെച്ചുകൊണ്ടാണ് ജസ്റ്റിസ് പങ്കജ് മിത്തൽ, ജസ്റ്റിസ് ആർ മഹദേവൻ എന്നിവരടങ്ങിയ സുപ്രീം കോടതി ബെഞ്ച് ഇക്കാര്യം വ്യക്തമാക്കിയത്. വ്യവസ്ഥയുടെ ഇത്തരം ദുരുപയോഗം സാമൂഹികമായും പിന്നാക്കം നിൽക്കുന്ന സമുദായങ്ങളുടെ ഉന്നമനം ലക്ഷ്യമിട്ടുള്ള സംവരണ നയങ്ങളുടെ ലക്ഷ്യങ്ങളെ തുരങ്കം വയ്ക്കുകയാണെന്നും ബെഞ്ച് ഊന്നി പറഞ്ഞു. തമിഴ്നാട്ടിലെ സെൽവറാണി കേസിലാണ് കോടതിയുടെ സുപ്രധാന നിരീക്ഷണം. പട്ടികജാതി വിഭാഗക്കാർക്ക് സംവരണം അനുവദിച്ച പുതുച്ചേരിയിലെ അപ്പർ ഡിവിഷൻ ക്ലർക്ക് തസ്തികയിലേക്കാണ് സെൽവറാണി ജോലിക്കായി അപേക്ഷിച്ചത്. അപേക്ഷയിൽ താൻ പട്ടികജാതിയായി അംഗീകരിക്കപ്പെട്ട വള്ളുവൻ ജാതിയിൽ ഉൾപ്പെട്ടയാളാണെന്നും അവർ അവകാശപ്പെട്ടത്. പിതാവും സഹോദരനും ഉൾപ്പെടെയുള്ള തന്റെ കുടുംബം കാലങ്ങളായി ഈ ജാതിയിൽ ഉൾപ്പെടുന്നവരാണെന്നും പ്രസ്തുത ജാതിയിലെ അംഗമെന്ന നിലയിൽ തനിക്ക് മുംബൈ SCA സർട്ടിഫിക്കറ്റുകൾ ലഭിച്ചിട്ടില്ലെന്നും അവർ ആവശ്യപ്പെട്ടു. എന്നാൽ സെൽവറാണിയുടെ ജനനത്തിന് മുമ്പ് തന്നെ കുടുംബം ക്രിസ്തുമതം സ്വീകരിച്ചിരുന്നു. എന്നാൽ താൻ ഹിന്ദു ആചാരങ്ങൾ പിന്തുടരുന്നുവെന്നും താൻ ഹിന്ദുമതത്തിലേക്ക് പരിവർത്തനം ചെയ്തതായും ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും പിന്തുടരുകയും ഹിന്ദു ക്ഷേത്രങ്ങൾ സന്ദർശിക്കുകയും ചെയ്തുവെന്ന് അവർ വാദിച്ചു. എന്നാൽ അന്വേഷണത്തിൽ പരസ്പര വിരുദ്ധമായ കാര്യങ്ങളാണ് കണ്ടെത്തിയത്. വില്ലേജ് അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറുടെ നേതൃത്വത്തിൽ നടത്തിയ അന്വേഷണത്തിൽ സെൽവറാണി ജനിച്ചയുടനെ മാമോദീസ സ്വീകരിച്ച ക്രിസ്ത്യാനിയാണ്. അവർ മാമോദീസ സ്വീകരിച്ചതായി പള്ളി രേഖകൾ സ്ഥിരീകരിച്ചു. ക്രിസ്ത്യൻ മതപരമായ ആചാരങ്ങളിൽ പതിവായി പങ്കെടുക്കുന്നത് കണ്ട സാക്ഷികളിൽ നിന്ന് ഉദ്യോഗസ്ഥർ മൊഴി രേഖപ്പെടുത്തി. സംവരണാനുകൂല്യങ്ങൾ നേടുക എന്ന ലക്ഷ്യത്തോടെയുള്ള മതപരിവർത്തനങ്ങൾ സംവരണ സമ്പ്രദായത്തിന്റെ കെട്ടുറപ്പിനെ ഹനിക്കുന്നതാണെന്നും സുപ്രീം കോടതി വ്യക്തമാക്കി.